അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, മാസങ്ങളിൽ അള്ളാഹു റമളാനിലെ പ്രത്യേകം തിരഞ്ഞെടുത്തതുപോലെ രാവുകളിൽ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത രാവാണ് ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാവ്. അടുത്ത വർഷക്കാലം ഈ ലോകത്ത് അള്ളാഹു നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തിയുന്നതിനാലാണ് ഇതിന് ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാവ് എന്ന് പറയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ രാവ് 1000 മാസത്തേക്കാൾ പുണ്യകരമായ രാവാണ്. ഒരു മനുഷ്യൻ 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മലക്കുകളും ജിബ്രീലും ഇറങ്ങി വരുന്ന സമാധാനവും അതുപോലെ നന്മയും നിറഞ്ഞ ഈ രാവ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഈ രാവിനെ നാം ജീവിപ്പിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടും ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ടും സ്വതക്ക നൽകിയും അതുപോലെ ഇത്തികാഫിരുന്നും ഇതുപോലെ നമ്മൾക്ക് കൊണ്ട് കഴിയാവുന്ന മുഴുവൻ നന്മകളും ചെയ്തുകൊണ്ടാണ് ഈ രാവ് നാം കഴിച്ചു കൂട്ടേണ്ടത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ ആ ദിവസം പ്രതിഫലേച്ഛയോടുകൂടി ഈമാനോടുകൂടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഗതകാല തിന്മകളെല്ലാം തന്നെ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മഹത്തായ ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഇനി ഈ രാവ് എന്നാണ് എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. 40-ലധികം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്തർ മിനൽ അശ്റിൽ അവാഖിർ. നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്ന് ബോധ്യമായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ പറഞ്ഞേക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നാണ് നമ്മുടെ ഉമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാവിൽ നാം ധാരാളമായിക്കൊണ്ട് ഈ പ്രാർത്ഥന അധികരിപ്പിക്കുക. മുൻകാല സമുദായങ്ങളെ അപേക്ഷിച്ച് ആഫിയത്തും ആയുസ്സും വളരെ കുറഞ്ഞ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒറ്റ രാവിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത്. അതുകൊണ്ട് ഈ രാവിനെ ഫലപ്രദമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.